അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊതുപരീക്ഷാ വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പൊതുപരീക്ഷ ഈ വർഷത്തെ 2024-25 വർഷത്തിലായിട്ട് നടക്കുന്ന പൊതുപരീക്ഷയ്ക്ക് ഇനി 40 ദിവസത്തിന് താഴെയാണുള്ളത്. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മുടെ 5, 7 അതുപോലെ 10, +2 ഇതൊക്കെയാണ് പൊതുപരീക്ഷാ ക്ലാസ്സുകളായിട്ടുള്ളത്. എന്നാൽ ഇതിൽ 5ാം ക്ലാസ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പരീക്ഷ ഉള്ളത്. കാരണം ഫിഖ് ഒറ്റ വിഷയമായിട്ട് 100 മാർക്കിലും, അതുപോലെ തന്നെ അഖീദ ഒറ്റ വിഷയമായിട്ട് 100 മാർക്കിലും, പിന്നെയുള്ളത് തജ്വീദും അതുപോലെ ലിസാനും. ഇത് ഒറ്റ വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത്. 2 വിഷയം ഉണ്ടെങ്കിലും മാർക്കിൻ്റെ വിഷയത്തിൽ രണ്ടും കൂടി 100ആണ്. പിന്നെ അതുപോലെ അഖ്ലാഖും താരീഖും, ആ 2 വിഷയം ഒറ്റൊന്നായിട്ടാണ് വരുന്നത് 100 മാർക്കിന്. അപ്പോൾ ഒരു പേപ്പറിൻ്റെ 2 ഭാഗത്തായിട്ടായിരിക്കും ഈ 2 വിഷയങ്ങളും വരാറ്. പിന്നെ മറ്റൊരു കാര്യം, എഴുതുന്ന പരീക്ഷയിലെ അക്ഷരത്തെറ്റുകളുണ്ടെങ്കിൽ അതിന് മാർക്ക് കുറക്കുമെന്ന് സർക്കുലറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് അക്ഷരത്തെറ്റിന് മാർക്ക് കുറയുമോ എന്ന്. ഉറപ്പായിട്ടും കുറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് കയ്യെഴുത്ത് നന്നാക്കണം. ഇനി കുറഞ്ഞ ദിവസങ്ങളാണുള്ളത്. ഞാൻ മുമ്പ് ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്കൊക്കെ അതറിയും. ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഒരു കോപ്പി വാങ്ങിയിട്ട് എഴുത്ത് റെഡിയാക്കണം. കാരണം എഴുത്ത് ഉസ്താദുമാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിടും. കാരണം അവർക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടാവില്ല. ഒരു പേപ്പറല്ലല്ലോ ഉള്ളത്, കുറേ പേപ്പറുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുത്ത് നന്നായി എഴുതണം. എഴുതുമ്പോൾ കറുപ്പ് മഷി കൊണ്ട് യാതൊരു കാരണവശാലും എഴുതരുത്. കാരണം പെട്ടെന്ന് കണ്ണിൽ പിടിക്കാത്തൊരു കളറാണ് ബ്ലാക്ക്. ഈ കറുപ്പ് മഷി കൊണ്ട് എഴുതുമ്പോൾ ഈ കണ്ണട വെച്ച ഉസ്താദന്മാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഇത് കാണാൻ സാധിക്കില്ല. അപ്പോൾ എഴുതുമ്പോൾ നീല മഷി കൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓൾ ടിക്കറ്റ്, യാതൊരു കാരണവശാലും ഓൾ ടിക്കറ്റ് ഇല്ലാതെ ഹാളിൽ പ്രവേശിക്കരുത്. അതൊക്കെ നിങ്ങളുടെ ക്ലാസ് ഉസ്താദോ അതല്ലെങ്കിൽ മദ്രസയിൽ സദർ ഉസ്താദോ ഒക്കെ ആയിട്ട് ഓൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരും. പിന്നെ പ്രൈവറ്റായി പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൊതുപരീക്ഷയിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല. പ്രൈവറ്റായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് മാത്രം വരുന്ന ആ സംവിധാനം അവർക്ക് എന്തില്ല, പൊതുപരീക്ഷ എഴുതാൻ കഴിയില്ല. പിന്നെ അതിൽ ഖുർആൻ പരീക്ഷ, അത് 5, 7 എന്നീ 2 ക്ലാസ്സുകൾക്ക് മാത്രമാണുള്ളത്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാധാരണ നമ്മളെ പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകളിലൊക്കെ ഖുർആൻ ഹിഫ്ളിന് ശേഷം ദിക്റുകൾ ചോദിക്കാറുണ്ട്. അത് പൊതുപരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകില്ല. കാരണം ഖുർആനും ഓത്തും അതുപോലെ തന്നെ ഹിഫ്ളും മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ശേഷം ദിക്റുകളോ അത്തഹിയാത്തോ വജ്ജഹത്തോ ദുആകളോ ഒന്നും ചോദിക്കില്ല കേട്ടോ. പിന്നെ ഖുർആൻ എവിടുന്ന് വേണമെങ്കിലും ഓതിക്കുന്ന സമയത്ത് നിയമങ്ങളനുസരിച്ച് ഓതിക്കൊടുക്കണം. കാരണം തജ്വീദിനും നിയമങ്ങൾക്കൊക്കെ എന്തുണ്ട്, പ്രത്യേക മാർക്കുണ്ട്. ഇപ്പോൾ സർക്കുലറിൽ വന്ന ഒന്നാണ്, പരീക്ഷയ്ക്ക് കണക്കാക്കേണ്ടതൊന്ന് ശുദ്ധിയാണ്, ഉച്ചാരണ ശുദ്ധി. അതിന് പ്രത്യേകം 25 മാർക്കാണ് ഉച്ചാരണ ശുദ്ധിക്കായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് നിയമമാണ്. നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ഓതണം. അതുപോലെ തന്നെ മദ് ഫറഈകൾ, മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിദ്, ലീന്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതാനും. പിന്നെ അതുപോലെ തുടക്കവും വിരാമവും, നമ്മൾ പല പരീക്ഷകളിലും വരാറുള്ളതാണ്. തുടക്കം അഊദും ബിസ്മിയൊക്കെ ചൊല്ലി തുടങ്ങണം. അതുപോലെ തന്നെ ചിലപ്പോൾ അലിഫുലാമൊക്കെ കൊണ്ട് തുടങ്ങുന്നതുണ്ടാകും. അവിടെ അൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അതുപോലെ വിരാമം അവസാനിപ്പിക്കുന്ന സമയത്ത്, ഖുർആൻ അവസാനിക്കുന്ന സമയത്ത് സദഖല്ലാഹുൽ അലിയുൽ അലീം എന്നൊക്കെ ചൊല്ലി
നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. അതുപോലെ വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തൻവീൻ ഫത്ഹ് വരുമ്പോഴും അതുപോലെ തൻവീൻ ലമ്മ് വരുമ്പോഴും തൻവീൻ കസർ വരുമ്പോഴും എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്, അതുപോലെ ഹാത്ത ആണെങ്കിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യുക. ഇനി ഹാത്ത ഇനെ തൻവീൻ ഫത്ഹ് ആണെങ്കിൽ അവിടെ നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അൽ വഖഫ് എന്നുള്ള പാഠത്തിൽ യാതൊരു കാരണവശാലും ഹാത്ത ആണ് വഖഫ് ചെയ്യുന്ന അവസരം വന്നതെങ്കിൽ അവിടെ അലിഫുമ്മ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹാത്തയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അൽ ഹാ എന്നുള്ള പാഠത്തിൽ തഇനീസിൻ്റെ ഹാവും സക്തയുടെ ഹാവും ലമീറിൻ്റെ ഹാവും ഈ 3 ഹാകളെ കുറിച്ച് പഠിച്ചു. അതിൽ തഇനീസിൻ്റെ ഹാ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും ഇനി തഇനീസിൻ്റെ ഹാമ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ ആയിട്ടും ഓതണം എന്ന് അതിലൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓതണം. ഇനി അത് ആ ഭാഗങ്ങളൊക്കെ തജ്വീദിലെ ഭാഗങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ വിട്ടു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.